റോഹിംഗ്യൻ അഭയാർത്ഥികൾ മ്യാൻമാറിൽ അനുഭവിക്കുന്ന യാതനകളുടെ ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളാണ് UN അടുത്തിടെ പുറത്തുവിട്ടത്. സ്ത്രീകളെ മരത്തിൽ കെട്ടിയിട്ട് ക്രൂരമായി ബലാത്സംഗം ചെയ്യുന്നു. ചില സ്ത്രീകളെ കെട്ടിയിടാൻ ഉപയോഗിച്ചിരിക്കുന്നത് അവരുടെ തന്നെ മുടിനാരിഴകളാണ്. വൈക്കോൽ കൊണ്ടും മറ്റും നിർമ്മിച്ച വീടുകൾക്ക് തീയിടുകയും അവിടെ നിന്നും ഓടി രക്ഷപ്പെടുന്ന കുട്ടികളെ തിരിച്ച് വീട്ടിൽ കയറ്റി കത്തിച്ച് കൊല്ലുകയും ചെയ്യുന്നു. ഏറെ ഭീമാകാരമായ കാഴ്ചയാണ് മ്യാൻമാറിൽ നിന്നും റോഹിംഗ്യൻ വംശജർക്കിടയിൽ കാണാൻ സാധിക്കുന്നത്. ആയുധങ്ങൾക്ക് പുറമെ മുളയും സിഗരറ്റ് കുറ്റികളും വരെ ആക്രമണത്തിന് ഉപയോഗിച്ചു. കഴിഞ്ഞ വർഷം ഓഗസ്റ്റിൽ മാത്രം 10,000-ലധികം റോഹിംഗ്യക്കാർ സൈനിക ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു എന്നാണ് കണക്കാക്കപ്പെടുന്നത്. 400 പേജുകൾ വരുന്ന റിപ്പോർട്ടാണ് UN മുന്നിൽ സമർപ്പിക്കപ്പെട്ടത്. UN റിപ്പോർട്ട് തെറ്റായ പ്രചാരണത്തിന്റെ ഭാഗമാണെന്ന് ആരോപിച്ച് മ്യാൻമാർ തള്ളിക്കളയുന്നുമുണ്ട്. സൈനിക തലവൻ മിൻ ഓങ് ഹ്ലെങ് ഉൾപ്പെടെയുള്ളവരെ വംശഹത്യയ്ക്കും മനുഷ്യകുലത്തിനെതിരായ യുദ്ധത്തിന്റെ പേരിലും വിചാരണ ചെയ്യണമെന്നും റിപ്പോർട്ടിൽ ശുപാർശ ചെയ്തു. റോഹിംഗ്യയിൽ അധിവസിച്ചു വരുന്ന 400ഓളം ഗ്രാമങ്ങൾ പൂർണ്ണമായും നശിപ്പിക്കപ്പെട്ടതായും റിപ്പോർട്ടിൽ വിശദീകരിക്കുന്നു. 15 മാസത്തെ തെളിവെടുപ്പിന് ശേഷമാണ് സംഘം റിപ്പോർട്ട് തയ്യാറാക്കിയത്. സർക്കാർ UN സംഘവുമായി സഹകരിക്കാൻ തയ്യാറായിട്ടില്ലെന്നും 857 സാക്ഷികളുമായി സംസാരിച്ചിട്ടാണ് റിപ്പോർട്ട് തയ്യാറാക്കിയതെന്നും പറയുന്നു. രഗിനയിൽ നിന്നും കഴിഞ്ഞ വർഷം ആഗസ്റ്റ് മുതൽ 2 ലക്ഷം പേരാണ് ബംഗ്ലാദേശിലേക്ക് പലായനം ചെയ്തതായിട്ട് റിപ്പോർട്ട്. ബംഗ്ലാദേശിലെ കോക്സ് ബസാറിൽ കഴിയുന്ന റോഹിംഗ്യൻ അഭയാർത്ഥികളെ തിരിച്ച് മ്യാൻമാറിലേക്ക് പ്രവേശിപ്പിക്കാമെന്ന് ബംഗ്ലാദേശുമായി ആ രാജ്യം ധാരണയിലെത്തിയിരുന്നു. എന്നാൽ റോഹിംഗ്യകളുടെ തിരിച്ചുപോക്ക് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ സാധ്യമാവില്ല. അവിടെ നടക്കുന്ന കടുത്ത മനുഷ്യാവകാശ ലംഘനങ്ങളെ സ്വാഭാവികവൽക്കരിക്കാൻ സൈന്യത്തിന് കഴിഞ്ഞുവെന്നും റിപ്പോർട്ടിൽ പറയുന്നു. ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള.